കാബേജ് തോരൻ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാ തുടങ്ങിയാലോ? നമ്മൾ സാധാരണ കേബേജിലെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഈ വയലറ്റ് കേബേജ്, പക്ഷെ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആക്കി എടുക്കാം. ആദ്യം നമുക്ക് കേബേജ് ഒന്ന് കുനുകുനായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം, കനം കുറച്ച് കാണ്ട്. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ കുറച്ച് നിലക്കടലയും കുറച്ച് ചെറിയ ജീരകം കുറച്ച് വറ്റൽമുളക് എരിവിനാവശ്യത്തിന് ഇനി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമുക്കത് മിക്സിന്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുകും അതേപോലെ തന്നെ കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കേബേജ് ഒക്കെ നമ്മൾ അരിഞ്ഞതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കേബേജൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കേബേജ് എത്രയാണ് ഇടുന്നത് അതിനനുസരിച്ച് ഉപ്പിടണ്ട, വാടിക്കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. അപ്പൊ അത് കണ്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കേബേജ് ഒക്കെ നല്ലോണം വാടിയിട്ടുണ്ടാവും. ഇവിടെ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നിലക്കടലിന്റെ കൂട്ടില്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ നല്ലോണം ആ കേബേജൊക്കെ ആകാനും വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കുഴി കുത്തണം. എയിലെന്നല്ലേ, ചട്ടിക്കല്ല കേട്ടോ, നമ്മുടെ കേബേജിന്റെ നടുവിൽ ഇതേപോലെ തന്നെ കുഴി കുത്താം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒറ്റ കോഴിമുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു വെക്കുക. കുറെ കേബേജ് ഉണ്ടെങ്കിൽ 2-3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കേബേജും നമ്മുടെ കോഴിമുട്ടയും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കോഴിമുട്ടയുടെ നനവൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഡ്രൈ ആണ് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, ചെറിയ തീ തന്നെ. ഇപ്പൊ നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കണി. ഇനി ഒന്ന് കഴിച്ചു നോക്കാണി ചോറിന്റെ കൂടെ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.